സാർ നമസ്കാരം. നമ്മുടെ രാജ്യം വിറങ്ങലിച്ചു നിൽക്കുകയാണ്. ബംഗാളിലുള്ള ബംഗാൾ യക്ഷി എന്നറിയപ്പെടുന്ന മമതാ ബാനർജി അവിടെയുള്ള സ്ത്രീകളുടെയും കുട്ടികളുടെയും അടക്കം ചോര ഊറ്റി കുടിക്കുകയാണെന്ന ആരോപണമാണ് പല ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്നത്. അത് സത്യവുമാണ്. കാരണം ആർജിക്കർ ആശുപത്രി എന്ന് പറഞ്ഞ ഒരു ആശുപത്രിയിൽ ഉണ്ടായ ഒരു യുവ ഡോക്ടർ ട്രെയിനിക്ക് നേരെ ഉണ്ടായ അതിദാരുണമായിട്ടുള്ള ഒരു സംഭവം. ഈ സംഭവത്തിൽ ഒന്ന് വാ തുറന്ന് മിണ്ടാൻ പോലും ഇവിടെ ആരും തയ്യാറായിട്ടില്ല, ഇന്ത്യ മുന്നണിയിലുള്ള ആരും. രാഹുൽ ഗാന്ധി ഒരു ഒഴുക്കൻ മട്ടിൽ പ്രതികരിച്ചു വിടുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. യഥാർത്ഥത്തിൽ നിർഭയ 2 എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം ട്വിറ്ററിലും എക്സ് പ്ലാറ്റ്ഫോമിലും പിന്നെ നമ്മുടെ മാധ്യമങ്ങൾ മുഴുവനും ഇത് വലിയ രീതിയിൽ വാർത്തയാക്കി കൊടുക്കുമ്പോൾ കേരളത്തിലുള്ള മാധ്യമങ്ങൾക്ക് ഇതൊരു വലിയ വാർത്തയല്ല എന്നുള്ളത് നമ്മൾ പ്രധാനമായിട്ടും എടുത്തു കാണേണ്ട ഒരു സംഭവമാണ്. ഹത്രാസിലും കത്വയിലും എല്ലാം വലിയ വലിയ വാർത്തകൾ ചികഞ്ഞ് അവിടെ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയുടെ ജാതിയും മതവും നോക്കി പോയ കേരളത്തിലെ മാധ്യമങ്ങൾക്കൊന്നും ഇതൊരു വലിയ വാർത്തയല്ല എന്ന് നമ്മൾ കണ്ടതാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് 90% തെളിവുകളും നശിപ്പിച്ച ശേഷം മമതാ ബാനർജി ഈ പ്രൊട്ടസ്റ്റേഴ്സിന്റെ കൂടെ ചേർന്ന് ഇരുന്നു കൊണ്ട് അവരും പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ചേർന്ന് നിന്ന് പ്രൊട്ടസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം ആലോചിക്കണം. ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത് മമതയാണ്, ആരോഗ്യരംഗം കൈകാര്യം ചെയ്യുന്നത് മമതയാണ്. എന്തൊരു നാടകമാണ് ഇവരവിടെ കളിക്കുന്നത്. ആ പാവം പെൺകുട്ടിയുടെ മരണം കേട്ടാൽ സാറെ ചോര മരവിച്ചു പോകും. അമ്മാതിരിയാണ് ആ പാവം പെൺകുട്ടിയെ ബലാത്കാരം ചെയ്ത് 150 മില്ലിഗ്രാം ബീജമാണ് ആ പെൺകുട്ടിയുടെ പ്രൈവറ്റ് പാർട്സിൽ എടുത്തതെന്നാണ് പറയാനായിട്ട് സാധിക്കുന്നത്. 10 ഭീകരമായിട്ടുള്ള മുറിവുകൾ ഉണ്ടായിരുന്നു, അതെല്ലാം ഇവർ പൂഴ്ത്തിവെച്ചു. ഈ റേപ്പിസ്റ്റ് എന്ന് പറയുന്ന സഞ്ജയ് റോയ്, അയാൾക്ക് തൃണമൂൽ കോൺഗ്രസുമായിട്ട് ബന്ധമുണ്ട്. പോരാത്തതിന് കോളേജ് പ്രിൻസിപ്പലിന് തൃണമൂൽ കോൺഗ്രസുമായിട്ട് ബന്ധമുണ്ട്. ആ പ്രിൻസിപ്പൽ ആ റേപ്പ് നടന്ന മുറി മുഴുവൻ ഇടിച്ചു കളയാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണമുണ്ട്. കൽക്കട്ട നാഷണൽ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളായിട്ട് ഇയാളെ അവിടെ നിന്ന് സസ്പെൻഡ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ട് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയൊക്കെ വലിയ സംഭവങ്ങൾ നടന്നിട്ടും നമ്മുടെ നാട്ടിലെ, നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അതൊരു വാർത്തയല്ല എന്നുള്ളതാണ്. എങ്ങനെ പ്രതികരിക്കും? നമ്മുടെ നാട്ടിൽ ഒരു സ്ഥാനത്തിൽ ഒരു വാർത്തയാവില്ലല്ലോ ധനുഷേ. അത് നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ളതാണ്. നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ ഗുജറാത്തിലോ അല്ലെങ്കിൽ ഉത്തർപ്രദേശിലോ എന്തെങ്കിലും നടന്ന വലിയൊരു വാർത്തയാവും. ഇതാണ് അവിടുത്തെ വാർത്ത. നമ്മൾ ഇന്നലെ അവിടുത്തെ കൽക്കട്ട ഹൈക്കോർട്ടിൽ ഒരു ഹിയറിംഗ് ഉണ്ടായിരുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഹിയറിംഗ് ആയിരുന്നു അത്. ആ ഹിയറിംഗിൽ ജഡ്ജ് ക്ലിയർ ആയിട്ട് ചോദിച്ചു, നിങ്ങൾ എന്താ ചെയ്തത്? 7000 പേര് വന്ന് ഹോസ്പിറ്റലിനെ അടിച്ച് പൊളിച്ചപ്പോൾ പോലീസുകാർ കണ്ടു നിൽക്കുമായിരുന്നോ എന്ന് ചോദിച്ചു. ഈ 7000 പേര് അങ്ങനെ പൊട്ടി വീഴുന്നതല്ല എവിടുന്നെങ്കിലും. ഇവര് ലോറിയിലോ അല്ലെങ്കിൽ ബസ്സിലോ ഇവർ കൊണ്ടുവന്നിട്ട് ഇവരെ പ്രതിഷ്ഠിച്ചതാണ് അവിടെ? അല്ലല്ലോ. ജഡ്ജ് ക്ലിയർ ആയിട്ട് ചോദിച്ചു, എന്താ നടക്കുന്നത് അവിടെ? നിങ്ങൾ ക്ലിയർ ആയിട്ട് പറയണം എന്താ നടക്കുന്നത് അവിടെ, അതിനെ പറ്റിയിട്ടുള്ള ക്ലാരിറ്റി വേണമെന്ന് ക്ലിയർ ആയിട്ട് ജഡ്ജ് ചോദിച്ചു. പക്ഷേ അവിടുത്തെ ഡിഫൻസ് ലോയേഴ്സ് ആർഗ്യൂ ചെയ്തിട്ടും ഈ പറഞ്ഞ മാതിരി സ്റ്റേറ്റ് ഗവൺമെന്റ് ലോയറിന് ഒരു ഡിഫൻസ് ഉണ്ടായിരുന്നില്ല. അവർ പറഞ്ഞ ഞങ്ങൾ എന്ത് ചെയ്യാൻ, ഞങ്ങൾ DCP അടിച്ചു, ഞങ്ങളുടെ പോലീസുകാരെ അടിച്ചു. അപ്പോൾ ജഡ്ജി ചോദിച്ചാൽ നാണല്ലേ പറയാതൊക്കെ എന്ന് ചോദിച്ചു. നിങ്ങൾ അതെല്ലാം ആ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ആ ഏരിയ സീൻ ഓഫ് ഒഫൻസും പൊളിച്ച് അവിടെ റെനോവേഷൻ നടത്താൻ നോക്കി. അതാണ് നമ്മൾ കണ്ടത്. റെനോവേഷൻ നടത്താൻ, ഇതാണ് ഹൈക്കോടതിയും ചോദിച്ചത്. നിങ്ങൾ എങ്ങനെ അവിടെ റെനോവേഷൻ നടത്തുന്നത്? ഈ സമയത്ത് അവിടെ ഒരു സീൻ ഓഫ് ഒഫൻസ് നടന്നപ്പോൾ റെനോവേഷൻ എങ്ങനെ നടത്തുന്നു? അതേമാതിരി നിങ്ങളുടെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ അറിയാൻ നമുക്ക് കുറേ പേര് ഇൻവോൾവ് ആണെന്നുള്ളത്. അതും ക്ലാരിറ്റി ഉണ്ട് അതിൽ. അപ്പോൾ ധനുഷ, ഇതൊരു നമുക്ക് പറഞ്ഞങ്ങോട്ട് തള്ളാനുള്ള കാര്യമല്ല ഇത്. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞ നമ്മുടെ നാട്ടിൽ വന്ദനദാസിൻ്റെ കൂടെ നടന്ന ഇൻസിഡൻറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അതൊരു പ്യുവർ മർഡറാണ്. പക്ഷെ എന്നാലും അതൊരു ഈ പറഞ്ഞ മാതിരി ഒരു ലേഡി ഡോക്ടർ രാത്രി വർക്ക് ചെയ്യുന്ന സമയത്ത് അതേമാതിരി ആ സൗമ്യ എന്ന കുട്ടിക്ക് ട്രെയിനിൽ തള്ളിയിട്ടത് നമ്മുടെ ഗോവിന്ദച്ചാമി, ആരാണ് ആ പാർട്ടി ഉണ്ടായിരുന്നത് അതിൽ. സാർ, ഞാൻ ആക്ച്വലി ഇതിനെ കമ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒട്ടും സാറ് പറഞ്ഞത് ഇൻസിഡന്റ് ഒക്കെ ഒട്ടും ഗൗരവം ചോരാതെ തന്നെ ഇത് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഈ ഇന്ത്യ മുന്നണി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ എന്ത് പ്രശ്നമുണ്ടായി കഴിഞ്ഞാലും അവിടെ ഒരൊറ്റ ആൾ പോലും ഉണ്ടില്ല. എസ്പെഷ്യലി ആ ധ്രുവ് രാഠി എന്ന് പറയുന്നവൻ, അവനാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പോലും ഇട്ടിട്ടില്ല. പക്ഷെ വീഡിയോ ഇട്ട വീഡിയോയിൽ മമതാ ബാനർജിയെ വെള്ളപൂശുന്നു. മമതാ ബാനർജിയെ ഹീസ് ട്രൈങ് ടു വൈറ്റ് വാഷ്. സീരിയസ്ലി വെള്ളപൂശുന്നു എന്ന് പറയുന്നത്, സാർ ആ വീഡിയോ ഇട്ടിട്ടില്ല, ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ ഇട്ടിട്ടുണ്ട്. ആ റീലിനകത്ത് പറയുന്നത് എന്ന് പറഞ്ഞാല് അവിടെ മാത്രമല്ല ആക്രമണം നടക്കുന്നത്, രാജ്യത്തെമ്പാടും ആക്രമണം നടക്കുന്നത്. ബിൽക്കിസ് ബാനു കേസ് നോക്കൂ നിങ്ങൾ, പിന്നെ വേറൊരു സന്യാസിയുടെ കേസ് നോക്കൂ എന്നൊക്കെ പറഞ്ഞ് ആ കേസും ഈ കേസും തമ്മിൽ ടൈപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇയാൾ പറയുന്നത് റേപ്പിസ്റ്റുകൾ നമ്മുടെ രാജ്യത്ത് വളർന്നു വരുന്നത് ആനിമൽ എന്ന് പറയുന്ന മൂവി കണ്ടിട്ടാണ് എന്ന് പറയുന്നു. മൂന്നാമതായിട്ട് ഇയാൾ കൃത്യമായിട്ട് പറയുന്നത് 7000
ആൾക്കാർ അവിടെ വന്ന് അറ്റാക്ക് ചെയ്തു. ആ അറ്റാക്ക് ചെയ്തിട്ട് അവരുടെ പൊളിറ്റിക്കൽ അഫിലിയേഷൻ ഒന്നും ഞങ്ങൾക്കറിയില്ല. അതായത് അത് പുറത്തു വന്നിട്ടില്ല. ഇത് പൊളിറ്റിക്കൽ അഫിലിയേഷൻ അറിയാൻ അങ്ങ് പാഴൂർ പടിപ്പുര വരെ പോയി നമ്മള് കബഡി നിരത്തി നോക്കേണ്ട ആവശ്യമില്ല പൊളിറ്റിക്കൽ അഫിലിയേഷൻ അറിയാൻ. പിന്നീട് അയാൾ പറയുന്നത് മമതാ ബാനർജിയുടെ തലയിൽ ഇതെല്ലാം കെട്ടിവെക്കാനുള്ള ശ്രമം നടത്തുന്നു. ആരാണ് മമതാ ബാനർജിയുടെ തലയിൽ ഇത് കെട്ടിവെക്കാൻ ശ്രമം നടത്തുന്നത്? സി, ആ സഞ്ജയ് റോയ് എന്ന് പറയുന്ന ആൾക്ക് തൃണമൂൽ ബന്ധമുണ്ടെന്ന് പകല് പോലെ വ്യക്തമാണ്. ആ കോളേജ് പ്രിൻസിപ്പാളിന് തൃണമൂൽ കോൺഗ്രസിന്റെ അനുഭാവിയാണെന്നുള്ളത് പകല് പോലെ വ്യക്തമാണ്. അവരെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഞാൻ ആദ്യത്തെ പോയിന്റിലേക്ക് വരാം. അതായത് ഞാൻ ഇത് കമ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കേസ് സാറിന് ഓർമ്മയുണ്ടായിരിക്കും. നമ്മുടെ വെറ്റിനറി ഡോക്ടറായിട്ടുള്ള വെറ്റിനറി വിദ്യാർത്ഥിയായിട്ടുള്ള സിദ്ധാർത്ഥിന്റെ കേസ് ഓർമ്മയുണ്ട് സാറിന്? ഈ ഇന്ത്യ മുന്നണി ഭരിക്കുന്ന, അതായത് CPM ഭരിക്കുന്ന കേരളത്തിൽ, അതെ, ആ കുട്ടിയെ എത്ര ദാരുണമായിട്ടാണ് ഇവർ കൊന്നുകളഞ്ഞത്. അതിദാരുണമായിട്ടാണ് കൊന്നുകളഞ്ഞത്. മൂത്രം കുടിപ്പിച്ച്, നട്ടല് തകർത്ത്, ബെൽറ്റ് ഇട്ട് പുറംപൊളിച്ചടിച്ച്, കാരണം കമ്പി ശരീരത്തിലൂടെ കുത്തിക്കയറ്റി ആ കുട്ടിയെ ഒരു പഞ്ച് ബാഗിൽ കയറ്റി പഞ്ച് ബാഗിൽ ഇടിച്ച് ദിവസങ്ങളോളം പീഡിപ്പിച്ചു. അവിടെയും ഹോസ്റ്റൽ വാർഡൻ എന്ന് പറയുന്ന ആള് നിശ്ചലമായിരുന്നു. ഇയാൾ മരിച്ചു കഴിഞ്ഞ ശേഷം വീട്ടുകാരെ വിളിച്ചു പറഞ്ഞു ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞു. സമാനമാണ് ഇവിടുത്തെ അവസ്ഥ. ഈ ട്രെയിനി ഡോക്ടർ മരിച്ചു കഴിഞ്ഞ ശേഷം ആത്മഹത്യയാക്കി തീർക്കാനുള്ള ശ്രമം നടത്തി. അതിനുശേഷം വീട്ടുകാർ പറഞ്ഞു ഇത് ആത്മഹത്യയല്ല എന്ന് വീട്ടുകാരോട് കൊളീഗ്സ് വിളിച്ചു പറയുന്നു. സമാനമാണ് ഇവിടെയും. ഈ 10 ഭീകര മുറിവുകളുള്ള ഓട്ടോപ്സി റിപ്പോർട്ട് പൂഴ്ത്തിയപ്പോ യുവ ഡോക്ടർമാരാണ് ഇവിടെ വിദ്യാർത്ഥി ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ ആ റിപ്പോർട്ട് തിരിച്ചെടുത്ത, പൂഴ്ത്തിയ റിപ്പോർട്ട് പൊക്കിയെടുത്ത് പ്രൊട്ടസ്റ്റിന് നേതൃത്വം കൊടുക്കുന്നത്. സമാനമായ രീതിയിൽ സിദ്ധാർത്ഥിന്റെ കേസിൽ എന്തായി? ഒന്നുമായില്ല. പ്രതികൾ ഇപ്പോ സുഖമായിട്ട് വിരാജിക്കുന്നുണ്ട്. അതേസമയം ഈ കേസിൽ എന്തായി? ഇവിടെ രാഷ്ട്രീയ താല്പര്യം വെച്ച് പ്രതികളെ സംരക്ഷിക്കുന്നുണ്ട്. അതേസമയം സാറ് നോക്കുക, ഹത്രാസ് കേസിൽ എന്താ സംഭവിച്ചത്? ഹത്രാസ് കേസിലെ പ്രതികൾ ഇപ്പൊ എവിടെയാണ്? കത്വ കേസിൽ 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ച് അവിടെ ശിക്ഷിച്ചില്ലേ ആൾക്കാരെ? ഇവിടെ എല്ലാം നടക്കുന്ന കേസുകളിൽ കൃത്യമായിട്ടുള്ള വിചാരണ നടക്കുന്നുണ്ട്, കുറ്റങ്ങൾ ശിക്ഷിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്ത്യ മുന്നണി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒരു വിചാരണയില്ല. വിചാരണ ഉണ്ടെങ്കിൽ പേരിന് മാത്രം. പ്രതികളെല്ലാം പുറത്തിറങ്ങി സുഖമായിട്ട് വിരാജിക്കുന്നുണ്ട്. ഒരു കുഴപ്പമില്ല. ഇതൊന്നും കാണാൻ ആരും. നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുന്നത് ധനുഷ്, ഈ പറഞ്ഞ മാതിരി പരോളിൽ ഇറക്കി വിടും. ഈ ഒരു നല്ല ഈ പറഞ്ഞ പോലെ സീരിയസ് ആയിട്ടുള്ള ക്രൈം, റേപ്പ് ആയാലും മർഡർ ആയാലും ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം 2 മാസം കഴിയുമ്പോൾ ഇതൊക്കെ മറക്കും നമ്മൾ. ഓക്കെ, ഞാൻ എഴുതി തരാം. ഈ കൽക്കട്ടയിൽ നടന്ന മർഡർ നമ്മൾ 2 മാസം കഴിഞ്ഞ് ഇപ്പൊ ആരാണ് വന്ദനദാസിന്റെ കേസ് ചോദിക്കാൻ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? വന്ദനദാസിന് കൊന്ന ആൾ എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഗോവിന്ദസ്വാമി എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ട്. ആരും ചോദിക്കില്ല. ബിക്കോസ് ഇവരൊക്കെ കുറെ കാലം കഴിയുമ്പോൾ ജാമ്യം കിട്ടി പുറത്തിറങ്ങി നടക്കും. രാഷ്ട്രീയ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ മാതിരി അവരെ ഒരു പ്രൊസഷനിൽ ഒരു ജാഥയൊക്കെ എടുത്ത് അവരെ പുറത്തു കൊണ്ടുപോകും. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഒരു എൻഡ് ടു എൻഡ് പ്രോസിക്യൂഷൻ ഇല്ല. അതാണ് ഇവർക്ക് പേടിയില്ല. അതാണ് ബേസിക്കലി. ഇപ്പൊ ഹൈദരാബാദിൽ ദിശ മർഡർ കേസ് നടന്ന് നമുക്ക് ഓർമ്മയുണ്ടാവും ധനുഷിന്. ആ ദിശ മർഡർ കേസിന്റെ 3 ആയിട്ടുള്ള അക്യൂസ്ഡ് ഉണ്ടായിരുന്നു. 3 പേര് ലോറി ഡ്രൈവേഴ്സ് ആയിരുന്നു. അവരെ പോലീസ് എൻകൗണ്ടർ ചെയ്ത് കൊന്നു. എല്ലാവർക്കും അറിയാം അത് എൻകൗണ്ടർ ആയിരുന്നു എന്നറിയാം. എൻകൗണ്ടർ ആയിരുന്നു, ആരും ഡിസ്പ്യൂട്ട് ഇല്ല. പക്ഷെ പബ്ലിക്കിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ജസ്റ്റിസ് സിസ്റ്റം വർക്ക് ചെയ്യില്ല. ന്യായം ഉണ്ട്, അതുണ്ട്, കോടതി ഉണ്ടെന്നൊക്കെ പറയാൻ കൊള്ളാന്നല്ലാണ്ട് ഇവരൊന്നും തൂക്കിക്കൊല്ലാനൊന്നും പറ്റില്ല. അതാണ് ധനുഷ് ഇൻസ്റ്റന്റ് ജസ്റ്റിസ്. അതാണ് അവിടെ ഹൈദരാബാദ് നടന്നത്. പക്ഷെ എന്ത് പറ്റിയപ്പോൾ അവസാനം പോലീസുകാരെ ആ ചീത്ത ശിക്ഷിക്കാൻ പോവാണ്. അതേമാതിരി ഈ കൊന്ന 3 പേർക്ക് സ്റ്റേറ്റ് ഗവൺമെന്റ് ഫണ്ട് അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കണമെന്ന് സുപ്രീം കോടതി പറയാണ്. ആലോചിച്ച ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്ത് മർഡർ ചെയ്ത് 3 പേർക്ക് സുപ്രീം കോടതി പറയാം അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കണം അവരുടെ ഫാമിലീസിന്. ബിക്കോസ് എൻകൗണ്ടർ ഫൈക്ക്. ഇത് എവിടുത്തെ ന്യായമാണ് എനിക്കറിയാത്തതാണ്. ഇതാണ് നമ്മുടെ ഒരു ജസ്റ്റിസ് സിസ്റ്റം കംപ്ലീറ്റ്ലി കൊളാപ്സ് ആയി. അല്ല, ആ എൻകൗണ്ടർ നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥൻ സജ്ജാർ അല്ലേ? സജ്ജാർ എന്നല്ലേ അദ്ദേഹത്തിന്റെ പേര്? അദ്ദേഹത്തിന് സജ്ജനാർ. അപ്പൊ IPS സജ്ജനാർ, അദ്ദേഹത്തിന് ഇതിനെയും കോമ്പൻസേഷൻ കൊടുക്കാനുള്ള കേസ് വന്നിട്ടുണ്ടോ? ഉണ്ട്. അപ്പൊ അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന് TSRTC എന്ന് പറയുന്നത് നമ്മുടെ KSRTCയുമായുള്ള ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ഹെഡാക്കി മാറ്റേണ്ട വന്നു. ഒരു ലൂപ്പ് ലൈൻ പോസ്റ്റിംഗ് ആണ്. അപ്പോൾ സീരിയസ് പോസ്റ്റിംഗ് ഒന്നും അല്ല അത്. അപ്പൊ ഇതാണ് നമ്മൾ നമ്മുടെ നാട്ടില് ഈ പറഞ്ഞ ന്യായം നീതി എന്നൊക്കെ പറയാൻ അറിഞ്ഞടക്കാൻ കൊള്ളാന്നാണ്. 10 വയസ്സ് ഒരു ഭാര്യ, ഞാൻ പറയട്ടെ, ഒരു പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി പോയി കഴിഞ്ഞാൽ രാത്രി തിരിച്ചെത്തണ വരെ അമ്മ അച്ഛൻ്റെ വയറ്റിൽ എന്താ എനിക്കൊരു അവർക്ക് പേടിയാണ് എന്താ നടക്കാൻ പോകുന്നത്. ആർക്കും അറിഞ്ഞോണ്ടാ ഒന്നും അതിനെപ്പറ്റി. ഇതാണ് ധനുഷ പ്രോബ്ലം. നമ്മളിത് കണ്ടിരിക്കുമ്പോൾ നമുക്കും തോന്നും എന്താണ് നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾക്ക് ഒരു കാലത്ത് 1 മണിക്കോ 2 മണിക്കോ ഇറങ്ങി നടക്കാൻ പറ്റുമോ റോഡിൽ? അല്ലെങ്കിൽ പറഞ്ഞ ലേറ്റ് നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് തിരിച്ചു വരാൻ പറ്റും. ITS കമ്പനിയിൽ വർക്ക് ചെയ്യാൻ, ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാനായിരുന്നു.
ഹോസ്പിറ്റലിൽ ഉള്ളിൽ കയറിയിട്ടാണ് നടത്തുന്നത്. പുറത്ത് റോട്ടിലാണെങ്കിൽ വേറെ കാര്യം. ഇത് ഹോസ്പിറ്റൽ ഉള്ളിലാണ് നടക്കുന്നത്. അതാണ് ധനുഷ് എനിക്ക് ശരിക്കും വിഷമം തോന്നുന്നത്. ഉം. അല്ല, ഈ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ നടത്തുമ്പോഴേ സാറേ എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം, ഞാൻ അതുകൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. ഈ 90% എവിഡൻസും ഡിസ്ട്രോയ് ചെയ്ത ശേഷം, 90% പ്രോബ്ലവും സോൾവ് ചെയ്ത ശേഷം മമതാ ബാനർജി അവിടെ പട്ടി ഷോ കാണിക്കുകയാണ്. അപ്പൊ അവിടെ അതിന് ആൾക്കാരുടെ കൂടെ ഒരു കയറി ഈ പ്രൊട്ടസ്റ്റിന് പറഞ്ഞ ഒരു ഇരിക്കുകയാണ്. ആൻസർ അതെന്താ വേണം. സംഭവം? ഇവിടുത്തെ ഗവൺമെന്റ് ഏത് ഗവൺമെന്റ് ആയാലും കുഴപ്പമില്ല. അവര് ദേ ഹാവ് ടു ആൻസർ. എന്തിനാണ് നടക്കുന്നത്? ഇതിനെ ഇങ്ങനെ നമുക്ക് നിർത്താൻ പറ്റും? മമതാ ബാനർജിയുടെ പ്രോബ്ലം അല്ല ഇത്, പിണറായി വിജയന്റെ പ്രോബ്ലം അല്ല ഇത്, രേവന്ത് റെഡ്ഡിയുടെ ഇഷ്യൂ അല്ല, ഇതൊരു നാഷണൽ ഇഷ്യൂ ആണ്. തീർച്ചയായും അത് തന്നെയാണ് പറയാനുള്ളത്. കൽക്കട്ടയിൽ നടന്ന ഈ ഒരു വിഷയം രാജ്യത്തിന്റെ, ആ പെൺകുട്ടി രാജ്യത്തിന്റെ തന്നെ ഒരു തേങ്ങലായി മാറുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പിന്നെ സാർ പറഞ്ഞ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അതായത് കേന്ദ്രം എന്തുകൊണ്ട് ഇടപെടുന്നില്ല എന്ന് പറയുന്നു. കാരണം കേന്ദ്രത്തിനെ അങ്ങോട്ടേക്ക് വലിച്ചഴച്ച് ഇതൊരു രാഷ്ട്രീയ വിഷയമാക്കി കഴിഞ്ഞാൽ അതിൽ ഇവർക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകൾ കൂടുതലാണ്. ധ്രുവ് റാട്ടിയെ പോലുള്ളവന്മാർ പറഞ്ഞു വരത്തും, കണ്ടില്ലേ കേന്ദ്രം ഇടപെട്ടത്, അപ്പൊ കേന്ദ്രത്തിന് ഇതിനകത്തൊരു പൊളിറ്റിക്കൽ മുതലെടുപ്പിന് ശ്രമിക്കുകയാണ്, കേന്ദ്രമാണ് കമ്മ്യൂണിസ്റ്റുകാരെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു അയച്ചത് എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ നമുക്കറിയാം. തൃണമൂൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അക്രമ രാഷ്ട്രീയത്തിന്റെ മകുടോദാഹരണമാണ്. അവിടെ എന്ത് ആക്രമണം നടന്നാലും തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു ഗുണ്ടാ സംഘം തന്നെ ഉണ്ടെന്ന് പറയുന്നത്. ഇവരുടെ ഏറ്റവും അവസാനത്തെ വാക്കും ആദ്യത്തെ വാക്കും കയ്യൂപ്പിന്റെ ബലത്തിലാണ്. അല്ലാതെ ആദർശം അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള യാതൊരു സാധനങ്ങളും ഇവർ ചെയ്ത് ഒരു അവിടെ ഒരു നീതിയും നടപ്പാക്കിയത് നമ്മൾ കണ്ടിട്ടില്ല. അവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരെ ആയിരുന്നാലും ബി ജെ പിക്കാരെ ആയിരുന്നാലും പാവപ്പെട്ട ജനങ്ങളെ ആയിരുന്നാലും ഇവരെ അടിച്ചോടിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. വരും ദിവസങ്ങളിൽ എന്തൊക്കെയായിരിക്കും കേന്ദ്രം സ്വീകരിക്കുന്ന നടപടികൾ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.